ഗൈസ് അപ്പം മൂന്നാർ പോകുവാണ്. ഫ്രണ്ട്സായിട്ട് പൊളിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ പോകാനുള്ള വണ്ടി എത്തി. അതും ഒരു മഞ്ഞക്കാർ. നമ്മളൊരു 5 പേരായിട്ടാണ് മൂന്നാർ പോകുന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 256 കിലോമീറ്റർ ഉണ്ട്. ആദ്യം തന്നെ പമ്പിൽ കയറി വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ടോട്ടൽ 3670 രൂപ. അങ്ങനെ പെട്രോൾ മേടിച്ച് വണ്ടി നേരെ മൂന്നാറിലേക്ക്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ. സ്റ്റാർട്ട്. അങ്ങനെ ഏകദേശം എരുമേലിലെത്തി. എരുമേലിൽ നിന്ന് ഫുള്ള് തിരക്കായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. ക്രിസ്മസിന്റെ തലേന്നായതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല പരിപാടികളായിരുന്നു. ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലും ഫുൾ സ്റ്റാറുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ ടൈം ഏകദേശം പുലർച്ചെ 2 മണിയായിട്ട്, എന്നാലും ഇവിടെ എല്ലാം ഓണായിരുന്നു. ഗൈസ് അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് അങ്ങനെ മൂന്നാർ എത്തിയിരിക്കുന്നു. ഈ പുള്ളി തണുപ്പാണ്. ആ ഒരു തണുപ്പ് മാറ്റാൻ വേണ്ടി നല്ല ചൂട് മാഗിയും ഓർഡർ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും എങ്ങനെയായാലും നല്ല ചൂട് മാഗി കിട്ടിയാൽ മതി. എല്ലാവരും വെയിറ്റിംഗിലാണ്. ഭയങ്കര തണുപ്പല്ലേ. ഗൈസ് അപ്പം രാവിലെ മഞ്ഞ് വൈബ് സ്ഥലം. അങ്ങനെ മൂന്നാർ എത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു തണുപ്പ്. എന്താ ബ്യൂട്ടി അല്ലേ. രാവിലെ തന്നെ മൂന്നാർ അങ്ങ് അടിപൊളിയായി നിൽക്കും. 15 അല്ലേ, ഒടുക്കത്തെ തണുപ്പ്. ജോയ്. ഓക്കെ. നമ്മുടെ വണ്ടിക്കൊക്കെ ഫുൾ ഫാൻ ബേസ് ആണ്. പയ്യന്മാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക. മൂന്നാർ വന്നിട്ട് തേയിലത്തോട്ടം കാണണ്ടേ, അത് കാണാനുള്ള നടത്തിയാണ്. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത വെയിലായിരുന്നു. ചൂട് വെയിലെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ തണുത്ത വെയിലാ. നോക്ക് മക്കളെ നോക്ക്, ഇതാണ് നല്ല ഗ്രീനിഷ് തേയിലത്തോട്ടം. ഏകദേശം നല്ലൊരു ഹൈറ്റിലാണ് കയറി നിൽക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് മലകളിലും തേയില തന്നെ. ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോ ഇതാണ് തേയിലയുടെ പൂവ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൂവൊക്കെ നല്ല തണുത്ത് പറിച്ചിരിക്കും. മലയെല്ലാം കയറി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പായി. KSRTC സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു കഫേയിൽ കയറിയായിരുന്നു ഫുഡ് കഴിച്ചത്. അവിടെ നിന്ന് നല്ലൊരു മസാല ദോശ കഴിച്ചു തീർന്നപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. ഇനി പയ്യന്മാരെ കുറച്ച് ASMR വീഡിയോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി മൂന്നാർ ടൗണിലൊക്കെ പോയി ഒന്ന് ചുറ്റിയിട്ടൊക്കെ വരാം. ഭയങ്കര റഷാണ്. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. തിരക്കിൽ നിന്ന് കുറച്ച് മാറിയായിരുന്നു സ്റ്റേ നോക്കിയിരുന്നത്. അങ്ങനെ മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ഉള്ളിലായിരുന്നു സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. അങ്ങോട്ട് പോകുന്ന വഴി എല്ലാം നല്ല അടിപൊളി പച്ച നിറത്തിലുള്ള തേയിലത്തോട്ടങ്ങളായിരുന്നു. ഭംഗിയിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. 7 ഇഞ്ച് സബ്ബൂഫർ. നമ്മതാ പുതു റോസ് മഞ്ഞ വണ്ടി 7 ഇഞ്ച് ഊഫർ. പ്രകൃതി ഇതൊക്കെയല്ലടാ പ്രകൃതിയാണ്. നിങ്ങൾ വെളിയിലോട്ട് നോക്കിയാണ് കാഴ്ചകൾ കാണാം. സ്ഥലം പോയി. അവൻ പറഞ്ഞ പോലെ എന്താ ബ്യൂട്ടി അല്ലേ. ശരിക്കും ഇതൊക്കെ കാണുമ്പോ എല്ലാവരും മനസ്സും ഫ്രീ ആകും. അങ്ങനെ പോകുന്ന വഴിയായിരുന്നു ഇത് കാണുന്നത്. അവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും അന്ന് എന്തോ ഒരു പ്രത്യേക ദിവസമായിരുന്നു തോന്നുന്നു. എല്ലാ അമ്പലങ്ങളിലും പരിപാടിയായിരുന്നു. ഈ പ്രോപ്പർട്ടി വന്ന് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടികളാണ്. ഈ വന്ന വഴി ഫുള്ളും തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഗൈസ് അങ്ങനെ 11 കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷം സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തെത്തി. ഇവിടെയാണ് ചുറ്റുകാടും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒക്കെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് സ്റ്റേയും. ഏത് മൂഡ്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ ഒരു ദിവസത്തേക്കാണ് സ്റ്റേ നോക്കിയത്. 5 പേർക്ക് 5000 രൂപയായിരുന്നു. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരാളാണിത്. എല്ലാവരോടും ഇതിന് നല്ല സ്നേഹമായിരുന്നു. ഇത്രയും ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണമുള്ളതുകൊണ്ട് നല്ലൊരു ഉറക്കം പാസ്സാക്കി. പുറത്ത് കോടയില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. ഈ തണുപ്പത്ത് നല്ല ചൂട് ഫുഡും വന്നു. അപ്പോൾ എന്തൊക്കെ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ചിക്കൻ കറിയും റൈസും ചപ്പാത്തിയും ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇനിയപ്പോൾ കഴിച്ചിട്ട് വരാം. ഗൈസ് അപ്പം വെറുതെ നൈറ്റൊക്കെ ഒന്ന് ചില്ലാവാൻ വേണ്ടി ഒരു ക്യാമ്പ് ഫയർ ഒക്കെ കൂടാൻ വേണ്ടി പോയേക്കുക. നമ്മളെ കൂടെ ക്യാമ്പ് ഫയർ കൂടാൻ പട്ടിക്കുട്ടൻ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ കഴിഞ്ഞപ്പോൾ നല്ല ടൈം, പിന്നെ കിടന്നൊരു ഉറക്കം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ 9 മണിയായപ്പോൾ എഴുന്നേറ്റ്. നല്ലൊരു ഉറക്കമായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. എന്നാൽ വെയിലിന് ചൂടില്ല. നല്ല തണുത്ത അന്തരീക്ഷം, അതിൻ്റെ കൂടെ നാച്ചുറൽ സൗണ്ടും.
അപ്പോൾ ഫുഡ് അടിക്കാനുള്ള ടൈമായി. രാവിലത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. രാവിലത്തെ ഫുഡും കൂടെ കൂട്ടിയാണ് 5000 രൂപ ആയത്. ഇഡലിയും സാമ്പാറും ഓംപ്ലേറ്റും ആയിരുന്നു. പിന്നെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്ന വട്ടവടയിലോട്ടാണ്. ഇവിടെ നിന്ന് ഒരു 46 കിലോമീറ്റർ ഉണ്ട് വട്ടവടയിലോട്ട്. ഗായ്സ്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് കാണുന്നത്. അങ്ങനെ വട്ടവടയിലോട്ട് യാത്ര തുടങ്ങി. ഇന്ന് ക്രിസ്മസും കൂടെയാണ്, അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. മൂന്നാർ ടൗൺ തൊട്ട് തുടങ്ങിയ ബ്ലോക്കാണ്, അതും മാട്ടുപ്പെട്ടി ഡാം വരെ. വണ്ടി നിർത്തിയപ്പോൾ വന്ന ടീമുകളാണ്. എന്തൊക്കെയോ പ്രതീക്ഷയാണ് അവർ നിൽക്കുന്നത്. ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കോടയെ കണ്ടത്. എന്തായാലും അടിപൊളി തന്നെ. ഗൈസ്, അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ചെക്ക് പോസ്റ്റ് എത്തി. അവിടുത്തെ ഓഫീസേഴ്സ് പറയുന്നത് 6 മണിക്കുള്ളിൽ തന്നെ തിരിച്ചെത്തണം. എന്നാൽ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയത് 4 മണിക്ക്. എന്തായാലും ഇതുവരെ എത്തി. ഇനി വട്ടവട കാണണം. ഒറ്റ മൈൻഡ് വട്ടവടയിലോട്ട് വിട്ടു. ഗൈസ്, അങ്ങനെ വട്ടവട എത്തി. ഇവിടെ ആണെങ്കിലോ വെയിൽ. ഇതേ നോക്കിയേ, ക്രിസ്മസ് ഡേ. വട്ടവട അങ്ങനെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ടൈമില്ല. ഇവിടെ ഫുള്ളും നല്ല അടിപൊളി വീടുകളൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ ഇനി നാട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.